Welcome back to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA in the Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we can discuss the topic EXIM policy modifications. Last session we already discussed the EXIM policy, that is import export policy or a foreign trade policy. So today we can discuss what are the modifications of EXIM policy. So these are the modifications of EXIM policy. That is, on April 13, 1998, the BJP-led government announced certain modifications in the EXIM policy amounting to further liberalization of the policy. അതായത് 1998 ഏപ്രിൽ 13. അപ്പോൾ അന്ന് BJP ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അവരാണ് ശരിക്കും എന്താണ് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് പോളിസിയിൽ ചില മോഡിഫിക്കേഷൻസ് അനൗൺസ് ചെയ്തത്. എന്നിട്ട് ആ പോളിസി എന്ത് ചെയ്തു, കുറേ ലിബറലൈസേഷൻ ആ പ്രൊസീജിയറിനകത്ത് കൊണ്ടുവന്നു. These are the silent features or silent points of this modification. First is a large number of items were shifted from the restricted list to the open general license. That is, the number of these items was, I think this was 340. That is, the number of items was shifted from restricted list. അതായത് ഒരു എക്സിം പോളിസിയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ലേ, ഒരു ഫോറിൻ ട്രേഡ് നടത്താൻ ചില ഇൻഡസ്ട്രീസിന് ഫോറിൻ ട്രേഡ് നടത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പം എക്സിം പോളിസി BJP ഗവൺമെൻറ് മോഡിഫൈ ചെയ്തപ്പോഴാണ് അതിനെ ചില ലിസ്റ്റിനെ എന്ത് ചെയ്ത്, അതായത് ഒരു ഏകദേശം 340ഓളം ഐറ്റത്തിനെ അവർ എന്ത് ചെയ്ത് റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിൽ നിന്ന് ഓപ്പൺ ജനറൽ ലൈസൻസ്, അതായത് ലൈസൻസ് കൊടുത്തു. എന്തിനാണ് ഒരു ഫോറിൻ ട്രേഡ് നടത്താനുള്ള ലൈസൻസ് മോഡിഫൈ ചെയ്തു. And the second is the duty entitled passbook scheme, that is DEPB, introduced in 97-98 to sought to neutralize the basic custom duty. That is, as a further step, it was decided to neutralize the incidence of the special customs duty of 5% as well. അപ്പം സെക്കൻഡ് പറയുന്നത് എന്താണ്, ഒരു കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് നമ്മൾ ഫോറിൻ ട്രേഡിലൊക്കെ പോകുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി എന്താണ് പ്രോഡക്ട്സ് ബേസ് നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടാവും. അപ്പം ഒരു 97-98 ഡ്യൂട്ടി എൻറ്റൈറ്റിൽ പാസ്ബുക്ക് സ്കീം എന്ന് പറയുന്ന ഒരു ബേസിക് കസ്റ്റം ഡ്യൂട്ടി വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഫോറിൻ ട്രേഡ് നടത്താമെന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നു. അതേപോലെ ഒരു സ്പെഷ്യൽ കസ്റ്റം ഡ്യൂട്ടി 5% അവരെന്ത് ചെയ്തു, അതിനേക്ക് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എന്താണ് കസ്റ്റം ഡ്യൂട്ടി ആയിട്ട് 5% ആണ് ആ BJP ഗവൺമെൻറ്, അതായത് ഈ എക്സിം പോളിസിയിൽ മോഡിഫൈ ചെയ്തപ്പോൾ അങ്ങനെ ആക്കി. സോ ക്ലിയർ വിത്ത് ദി 2 points. ആൻഡ് തേർഡ് ഇസ് to facilitate easy and timely availability of raw materials to exporters, especially small scale units, and it was decided to allow setting up of private bonded warehouses to import, stock and sell even negative list item to holders of advanced licenses. അപ്പോൾ തേർഡിൽ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റ് ഈസി ആൻഡ് ടൈംലി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ടു എക്സ്പോർട്ടേഴ്സ്. അപ്പം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടേഴ്സിന് എന്താണ് സമയാസമയങ്ങളിൽ എന്താണ് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക, കൂടുതലും SSI യൂണിറ്റ്സിന്, അതായത് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് അവൈലബിൾ ആക്കുക. എന്നിട്ട് എന്താണ് അത് ഒരു പ്രൈവറ്റ് വെയർ ഹൗസിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, അത് ഇമ്പോർട്ട് ചെയ്യാം. ഈവൻ നെഗറ്റീവ് ലിസ്റ്റ്, അതായത് മുന്നേ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിന്നിരുന്ന ചില മേഖലയിലുള്ളത് പോലും എന്താണ് ഒരു അഡ്വാൻസ് ലൈസൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോറിൻ ട്രേഡ് നടത്താം. അതായത് റെസ്ട്രിക്ഷൻസ് മാറ്റിയപ്പോൾ എന്താണ് ചില മേഖലയിലൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നതിനെ പോലും അവർക്ക് എന്ത് ചെയ്യാം, ബൾക്കായിട്ട് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുകയും അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സിന് കൂടുതൽ അത് എന്താണ് എളുപ്പത്തിലാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു എക്സിം പോളിസിയുടെ മോഡിഫിക്കേഷൻ്റെ ഭാഗമാണ് ഈ അഡ്വാൻസ് ലൈസൻസ് വഴി നെഗറ്റീവ് ലിസ്റ്റിലുള്ള സാധനങ്ങൾ വരെ അവർക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൈവറ്റ് വെയർ ഹൗസിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഈസി ആയിട്ട് അവൈലബിൾ ആക്കുക. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, procedures have been simplified in several areas and licensing functions have been extensively decentralized. അപ്പോൾ പ്രൊസീജിയേഴ്സ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തു, അതായത് ലൈസൻസ് കിട്ടാനൊക്കെ ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പോളിസിയിലൊക്കെ ഒരു ഫോറിൻ ട്രേഡിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് നിലനിൽക്കുന്ന കമ്പനീസിന് മാത്രമേ അങ്ങനെയൊക്കെ പോകാൻ പറ്റൂ. പക്ഷേ മോഡിഫൈ ചെയ്ത പോളിസി വന്നപ്പോൾ ലൈസൻസിങ് ഫംഗ്ഷൻ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ ലൈസൻസിങ് എന്ന് പറയുന്നതിന് ഡീസെൻട്രലൈസ് അല്ലേ, ഒരു വ്യക്തി അല്ലേ ലൈസൻസ് പ്രൊവൈഡ് ചെയ്തു, അതിനെ ഡീസെൻട്രലൈസ് ചെയ്തു, പലരുടെ കയ്യിലേക്ക് എത്തിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഈസി ആയിട്ട് ആർക്ക് വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള
ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്വാൻസ് ലൈസൻസിലൂടെ എന്ത് ചെയ്യാം, ഫോറിൻ ട്രേഡിലേക്ക് പോകാമെന്നായി. അതാണ് എക്സിം പോളിസിയുടെ ഒരു മോഡിഫിക്കേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് for agriculture purposes and allied sector, export-oriented units, that is minimum value-added norms, have been modified to പോസിറ്റീവ് നെറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ബേസിസ്. അപ്പം പിന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത ആർക്കാണ്, ഒരു അഗ്രികൾച്ചർ പർപ്പസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലൈഡ് സെക്ടേഴ്സ്. അപ്പോൾ അവർക്കൊക്കെ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു മിനിമം വാല്യൂ ആഡഡ് നോംസ് കൊടുത്തുകൊണ്ട് ഇറ്റ് ഹാസ് ബീൻ മോഡിഫൈഡ് ടു പോസിറ്റീവ് നെറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ബേസിസ്. അപ്പം എന്താണ്, ഒരു അല്ലെ അഗ്രികൾച്ചർ ബിസിനസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അലൈഡ് സെക്ടേഴ്സിനൊക്കെ എന്താണ് കൂടുതലൊരു എക്സ്പോഷർ അല്ലേ, അതായത് ഒരു ഫോറിൻ ട്രേഡ് വഴി അല്ലെങ്കിൽ ഒരു മിനിമം വാല്യൂ ആഡഡ് നോംസ് വെച്ചുകൊണ്ട് കൂടുതൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ബേസിലൊക്കെ അവർക്ക് ബിസിനസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ആർക്ക് കൊടുത്തു, അഗ്രികൾച്ചർ പർപ്പസോ അല്ലെങ്കിൽ അലൈഡ് സെക്ടേഴ്സിന്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് advanced license will be issued to all eligible exporters automatically on the basis of information furnished by them. ഇപ്പോൾ ഒരു അഡ്വാൻസ് ലൈസൻസ്, അതായത് ഓൾറെഡി എക്സ്പോർട്ടിങ്ങിൽ നിലനിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയാണ് നടത്തുന്നത്, അവരുടെ പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നു, ഓൾറെഡി എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അവർ ഡൈവേഴ്സിഫിക്കേഷനിൽ വേറൊരു പ്രോഡക്റ്റാണ് അടുത്തതായിട്ട് തുടങ്ങുന്നതെങ്കിൽ അവർക്ക് എന്താണ് ഒരു ഓട്ടോമാറ്റിക് ലൈസൻസ് കൊടുക്കും. കാരണം എന്താണ്, അവരുടെ ഇൻഫർമേഷൻസ് ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, ഓൾറെഡി അവർ എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തികൾക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ബിസിനസ്സുകാർക്ക് ഓട്ടോമാറ്റിക് ലൈസൻസ് തന്നെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അഡ്വാൻസ് ലൈസൻസ് വിൽ ബി ഇഷ്യൂ ടു ഓൾ എലിജിബിൾ എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തല്ല, ഓൾറെഡി അവർ ആ ഫീൽഡിൽ ഉള്ളവരായിരിക്കണം. ആൻഡ് ഓട്ടോമാറ്റിക്കലി ബേസിസ് ഓഫ് ദി ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ബൈ ദം. ആൻഡ് ക്ലബിംഗ് ഓഫ് അഡ്വാൻസ് ലൈസൻസ് വിൽ ബി now be allowed without insisting upon same value addition if the export product carry more or less similar description and have the same input out norms. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആ വ്യക്തിയുടെ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ആ വ്യക്തി ഒരുപക്ഷെ ഒരു സിമിലർ പ്രോഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആയിട്ടോ മാർക്കറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ എക്സ്പോർട്ടിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വേറൊരു പ്രോഡക്റ്റുമായിട്ടോ ഇൻപുട്ടുമായിട്ടോ ഫോറിൻ ട്രേഡിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് ലൈസൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ എക്സിം പോളിസിയിൽ വന്നൊരു മോഡിഫിക്കേഷൻ ആണ് automatic licensing. And the next is special license has been allowed to ISO 9000 quality certification holders even for export of on-site consultancy services ഇല്ലേ. അപ്പോൾ ഒരു പിന്നെ പറയുന്നൊരു സ്പെഷ്യൽ ലൈസൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ISO 9000 ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് കൊടുക്കുന്ന പ്രോഡക്ട്സിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ കമ്പനിക്ക് ആ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ ഒരു ISO 9000 സർട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. അപ്പം ഓൺസൈറ്റ് കൺസൾട്ടൻസി സർവീസസ് അല്ലേ, ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിനെല്ലാം തന്നെ എന്താണ് അങ്ങനെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവരെന്താണ് ഒരു സ്പെഷ്യൽ ലൈസൻസ് ഹാസ് ബീൻ അലൗഡ് ടു ISO 9000 quality certification holders even for export of on-site consultancy services. And so, even the above modification do not change the general impression that the piecemeal changes do not make any significant contribution to tackle the problems confronting the export sector and to boost the exports. അപ്പോൾ ഒരു എക്സിം പോളിസി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, ഒരു ഇത്രയും മോഡിഫിക്കേഷൻസ് വന്നു എങ്കിൽ പോലും ഒരു ജനറൽ ഇംപ്രഷൻ എങ്ങനെയാണ്, ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്നാൽ തന്നെയും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിനൊക്കെ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ പ്രോബ്ലംസിനെയൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് അല്ലെങ്കിൽ ആ പ്രോബ്ലംസിനെ ഒഴിവാക്കി എക്സ്പോർട്സൊക്കെ കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് ശരിക്കും ഇത്രയധികം മോഡിഫിക്കേഷൻസ് അന്നത്തെ ഗവൺമെൻറ്, അതായത് BJP ഗവൺമെൻറ് 1998 മോഡിഫൈ ചെയ്തത്. അപ്പോൾ I think you are clear with the modification, that is Exim policy modification, that is on April 13, 1998 the BJP-led government announced certain modification in the Exim policy and the further liberalization of the policy. And first, the large number of items were shifted from the restricted list to the open general license. Second, they have a special custom duty of 5%. And third is they facilitate easy and timely availability of raw material to exporters, especially small scale units. Fourth,
to facilitate bulk import for India by large overseas buyers. That is, we can say that the suppliers of these bounded warehouses against payment in foreign exchange or through normal banking channels with treat as exports. And next is the procedure have been simplified in several areas and licensing function have been extensively decentralized. And for the agriculture purposes or allied sector, export oriented units have maintained and they have a minimum value added norms and be modified to positive net foreign exchange basis. And the second last is advance license will be issued to all eligible exporters automatically on the basis of information furnished by them. And the last is a special license has been allowed to ISO 9000 quality certification holder even for export of on-site consultancy services. So clear with the points, that is EXIM policy modification. This is a small topic and I think you have understood with the modifications. So prepare well, study well. This is the end of today's section. Thank you.